ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സംശയം എന്താ വെച്ചാൽ നമ്മളെ കാർ പാർക്ക് മൾട്ടിപ്ലെയർ നിർത്തിയെന്നൊക്കെ ആയിരിക്കും. ഇല്ല ഗൈസ്, കാർ പാർക്ക് മൾട്ടിപ്ലെയർ നിർത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മൈൻക്രാഫ്റ്റൊക്കെ കളിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ആടിനെ കൊല്ലണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു ആടിനെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു ആടിനെ കൊന്നിട്ട് ഇത് എത്ര വട്ടം നിൽക്കണം? ഇതെന്താ ആട് മൂന്ന് വട്ടം ഞാൻ നെക്കി ഗൈസ്. പക്ഷേ 5 യെസ് കിട്ടി. യെസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഒന്ന് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കിട്ടിയിട്ട് കാര്യമില്ല. 3 എണ്ണം ആണെന്നാണ് എൻ്റെ ഓർമ്മ. 3 എണ്ണം വേണം. പിന്നെ പന്നീനൊന്നും കിട്ടിയിട്ട് ആവശ്യമില്ല നമുക്ക്. അപ്പം നമുക്ക് വേഗം പോയിട്ട് ആടിനെ തരാട്ടോ. ആട് ഇവിടെ ഇല്ലല്ലോ. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഗൈസ് ആട്. ഓ അപ്പം കാണില്ലല്ലോ ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോയി നോക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ടോപ്പ് പോയിട്ട് കണ്ടോ നോക്കാം. പിന്നെ ഗൈസ്, നമ്മളെ ഇത് ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. നമ്മളെ മൈൻക്രാഫ്റ്റ് കളിക്കണ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ മാക്സിമം നോക്കുക. മറക്കല്ലേ, സബ് ചെയ്യ്. പിന്നെ ലൈക്ക് ചെയ്യ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്. അപ്പോൾ ഗൈസ്, ഇവിടെ എവിടെ ഒരാട് പോലും ഇല്ല ഗൈസ്. ഗൈസ് കിട്ടി ഗൈസ്. ആട് കിട്ടി. ഒന്ന് അതാ അത് പോയി. ഞാൻ അവിടെ കിട്ടെ 2 3 4. യെസ്, ചാവണില്ലല്ലോ ഗൈസ്. നമ്മൾ പിക്കാക്സും ആ സാധനമൊന്നും ഇല്ല ഇപ്പോൾ കയ്യിൽ. ഒക്കെ ഇനി നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ പ്രോ പ്ലെയർ ആവണം, ചാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആടിനെ വേണ്ടതാണ് നമ്മൾ. പക്ഷെ അത് ആ ആട് കിട്ടിയിട്ടൊരു കാര്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ആടിൻ്റെ സാധനം കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് വേണ്ട. നമുക്കെന്തായാലും മേലോട്ട് പോയി നോക്കാം ആടുണ്ടോയെന്ന്. ഓ, സൂര്യൻ നടുവിലല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ്, നടുവിൽ സൂര്യ. അപ്പോൾ ഒരു ഉച്ച ടൈം അല്ലേ? ഉച്ച ടൈം. യെസ്. ഓ, ഒറ്റൊരു ആട് കൂടി കിട്ടിയാൽ മതി ഗൈസ്. ഉച്ച ടൈം ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മറ്റേ മരങ്ങൾ കണ്ടുപിടിക്കണം. ഓ ഗൈസ്, ഒരു ആടിനല്ലേ ഗൈസ് ഒരാടിനല്ല ചോദിച്ചത്. ഒന്ന് കണ്ടുപിടി. ഗൈസ് അതെന്താ ഗൈസ്, എന്താ നമുക്ക് വേഗം തന്നെ ആ വീട്ടിലേക്ക് പോകണം കേട്ടോ ഗൈസ്. അവിടെ ഒരു വില്ലേജ് ഉണ്ട് എന്നാ തോന്നണം എനിക്ക്. അവിടെ വില്ലേജ് ഉണ്ട്. വേഗം പോകണം നമുക്ക്. എന്നുവെച്ചാൽ നൈറ്റായി കഴിഞ്ഞാൽ പെട്ട് ഗൈസ്. നൈറ്റായി കഴിഞ്ഞാലേ പെട്ട്. നമ്മളിത് ഹാർഡ് മോഡിലൊക്കെ ഇട്ടിട്ടാ ഗൈസ് കളിക്കണേ. ഹാർഡ് മോഡ് വെച്ചാൽ ഈസി എന്നൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ ഈസിയിലാണ് ഗൈസ് കളിക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ആടിനെ കൊന്നിട്ട് തന്നെ പോവാം. അപ്പോൾ ഗൈസ്, യെസ്. അപ്പോൾ ആടിൻ്റെ 3 മറ്റേ ഇതിനെന്താ പറയുക, 3 കട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഗൈസ് അതാ ഗൈസ്, ഇഷ്ടം പോലെ ആടുകളുണ്ടല്ലോ ഗൈസ് ഇവിടെ. ഓ, 3 കട്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹൗസൊക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ വീടുണ്ടാക്കണം. ആദ്യം നമുക്ക് വില്ലേജൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ വരാം. എന്തായാലും നമുക്ക് ജീവൻ ഫുള്ളുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ജീവൻ ഫുള്ളുണ്ട്. അപ്പം പിന്നെ ഫുഡൊക്കെ ഫുള്ളാണ്. ഫുഡിൻ്റെ ഇതൊക്കെ ഫുള്ളാണ്. എന്തായാലും നമുക്ക് ഇനി മൊത്തം കറങ്ങി ചുറ്റി വരാം കേട്ടോ ഗൈസ്. ഓരോ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറണം. ഇപ്പം നമ്മൾ പശുക്കുട്ടന്മാർ 2 പശുക്കുട്ടന്മാരാ. ഒന്ന് അകത്തും ഒന്ന് പുറത്തും. അതെന്താ? എന്തായാലും ഗൈസ്, നമ്മളെ ഒരു വീടിൻ്റെ പുറത്തൊക്കെ പൂവൊക്കെ ഉണ്ടല്ലോ ഗൈസ്. തരാ. ഹേയ് അവിടെ നിൽക്ക്. അല്ല, ഇതെങ്ങോട്ടാ വീണ്? ഓ, പൂച്ച. മൈൻക്രാഫ്റ്റിൽ പൂച്ച ഞാൻ കണ്ടില്ല കേട്ടോ. മൈൻക്രാഫ്റ്റിൽ പൂച്ചനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പൂച്ചനെ ഇതുവരെ ഇടും. ഓ ഗൈസ്,
എന്താണ് എന്താ പൂച്ച 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 അവിടെ അടങ്ങി നിൽക്ക് പൂച്ചേ, ഒരു സ്ഥലത്ത് നിൽക്ക്. പൂച്ചകളൊന്നും പറഞ്ഞേക്കണില്ലല്ലോ. എന്തായാലും നമുക്ക് പോവാം, നമുക്ക് കയറി പോവാം. നമുക്ക് കയറി പോയിട്ട് കുറച്ച് പണി. ഇതെന്താ ബെല്ലൊന്ന് അടിച്ചു നോക്കിയാലോ? ഇതെന്താ അടിയാത്ത? ഇതെങ്ങനെ അടിക്കണേ? യെസ്, അടിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇതെന്താ ഇങ്ങനെ ഓടണേ? ഞാൻ ബെല്ലടിച്ചോണ്ടാണോ ഗൈസ്? അങ്ങനെ ഓടണേ? എന്താ പകുതി വെച്ച് നിന്നല്ലോ? ഓ, ചെറിയ കുട്ടിയതാ, കുട്ടി വില്ലേജർ. ഹലോ, എന്താണ്? എന്താ ആളാവണേ? അവിടെ നിൽക്കണോ? അവിടെ നിൽക്ക്. പേഴ്സ് നമ്മളങ്ങനെ കുറച്ച് ഒരു കുട്ടി വില്ലേജിനെ നമ്മളങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ ലുക്കനാണ് നമ്മൾ കുട്ടി വില്ലേജ്. നമ്മളെ ലുക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ചുവന്ന ഡ്രസ്സും. ഇപ്പം നമ്മളെ കുട്ടി വില്ലേജറിനെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കുട്ടി വില്ലേജറുണ്ട്, നമ്മളെ ഫ്രണ്ടാണ്. അപ്പം ചെക്ക് നമ്മളെ സബ്സ്ക്രൈബറാണെന്നൊക്കെ പറയണേ. എന്തായാലും നമുക്ക് ഇനി വില്ലേജ് മൊത്തം ചുറ്റി കറങ്ങി വരാട്ടോ ഗൈസ്. ഇവിടെ ഒരാളുണ്ട്, നമ്മൾ നോക്കണില്ല, അയാൾ ചെയ്യട്ടെ. പിന്നെന്താ ഇവിടെ ആളുണ്ടോ? ഇവിടെ ആളില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ബെഡ് ആവശ്യം വരും, പക്ഷേ ഇപ്പം എടുക്കണ്ടല്ലേ. ഓക്കെ, നമുക്ക് പുറത്തോട്ട് പോവാം. വൈകുന്നേരം ആയിട്ടുണ്ട്, ഒരു 3:45 അങ്ങനെ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൽ കയറി വെക്കാം ഗൈസ്. ഇതെന്താ പഠനശാലയാണത് ഗൈസ്? ഇതാണെന്ന് തോന്നുന്നത് ലൈബ്രറി. ഇവിടുത്തെ ഈ നാട്ടിലത്തെ ലൈബ്രറിയാണ്, ആകെയുള്ള ലൈബ്രറി. അതെന്താ ഗൈസ്? എന്താ കൊട്ടാരോ? നമുക്ക് സ്പോട്ടിൽ അങ്ങോട്ട് വിടണം ഗൈസ്. ഇതൊന്ന് നെക്കി കൊടുക്കട്ടെ, അല്ലേ അതാ അവിടെ സ്പോട്ടിൽ നമുക്ക് ആ കൊട്ടാരത്തേക്ക് വിടണ്ടോ ഗൈസ്? അതെന്താ കൊട്ടാരം? എന്താ ഫുള്ള് കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കൊട്ടാര? ഇതെന്താ വേറെ മറ്റേ ഒരു ശില്പല്ല, മറ്റേ ഈജിപ്തിൽ ഉള്ള ഒരു ശില്പല്ലേ, ഒരു പട്ടി അങ്ങനെ നിൽക്കണ പോലെ. നിങ്ങൾക്ക് മനസ്സിലായണേ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഇതിൻ്റെ മേലോട്ട് എങ്ങനെ കയറുക ഗൈസ്? ഇതെങ്ങനെ കയറുക ഗൈസ്? ഇപ്പം കിട്ടി. അതാ, ഒന്നുകൂടി കയറാം. യെസ്, കിട്ടി. അവിടെ ഒന്നും ഇല്ലല്ലേ? നമുക്ക് മേലോട്ട് പോവാം. മേലെ ടോപ്പിൽ ഗൈസ്, മേലെ ടോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കൊട്ടാരം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കൊട്ടാരം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ കൊട്ടാരം അപ്പുറത്തും ഉണ്ടല്ലേ വേറെ കൊട്ടാരം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കൊട്ടാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് വീണ എന്താ പറ്റുമോ ഗൈസ്? ജസ്റ്റ് ഒന്ന് ചാടി നോക്കിയാലോ? എന്താ പറ്റുമോ? ഒന്ന് ചാടി നോക്കിയാലോ ഗൈസ്? എല്ലാവരും അപ്പോൾ തന്നെ ലൈക്ക് ഇടി. നമ്മൾ ചാടാൻ പോവാണ് ഗൈസ്, ചാടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ലൈക്ക് അടിട്ടോ. ലൈക്ക്, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യ്, മറക്കല്ല കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, മറക്കരുത് പ്ലീസ്. എല്ലാവരും ലൈക്ക് ചെയ്യ്, സബ് ചെയ്യ്. ഒന്നുകൂടി ഞാൻ പറയാം. പിന്നെ ഷെയറൊക്കെ ചെയ്യട്ടോ എല്ലാവരും. എങ്ങനെയെങ്കിലും നമുക്കൊരു 100 സബ് എങ്ങനെയെങ്കിലും ആക്കി എടുക്കണം. നമുക്ക് ഇവിടുന്ന് പോയ 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരെയും വിചാരം നമ്മൾ ചത്തതാണ്, പക്ഷേ ചത്തിട്ടില്ല ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര 3-4 ജീവനോ 3.5 ജീവനോ പോയിട്ടുള്ളൂ. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, നൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, അല്ല ഗൈസ് ഇവിടെ അയൻകോളം അവിടെ ഉണ്ടല്ലോ. ഇത് കൊടുക്കാൻ പറ്റുമോ? ഇത് തിന്നാൻ കൊടുക്കാൻ പറ്റുമോ? സീഡ് നോക്കിയാലോ. അല്ലോ, ചത്തി. 1.5 ജീവനേ ഉള്ളൂ ഗൈസ്. ഓടിക്കോ. ചത്തി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ബാക്കി വീഡിയോ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, സബ് ചെയ്തോളി ഗൈസ്. സബ് ചെയ്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കല്ല കേട്ടോ ഗൈസ്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. പിന്നെ എല്ലാവർക്കും നിങ്ങളെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്ബൊക്കെ ചെയ്യാൻ പറയും ഗൈസ്, വേഗം ചെയ്യാൻ പറയും നിങ്ങൾക്കൊക്കെ. പിന്നെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ ഏതെങ്കിലും കാർസൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ അവസാനിച്ച് ടാറ്റാ ബൈ.